ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ് പൊട്ടിവീണ് പരിക്കേറ്റ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ കൂടുതൽ പരിശോധനകൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. CT സ്കാൻ റിപ്പോർട്ട് പ്രകാരം ശശി തരൂരിന് കാര്യമായ പരിക്കില്ല. നാളെ മുതൽ തരൂരിന് പ്രചരണത്തിനിറങ്ങാൻ തടസ്സമില്ലെന്ന് തരൂരിനെ പരിശോധിച്ച ഡോക്ടർ തങ്കരാജ് പറഞ്ഞു. തുലാഭാര ത്രാസ് പൊട്ടിവീണ് പരിക്കേറ്റ തരൂരിന് തലയിൽ 6 തുന്നലുകൾ ഇടേണ്ടി വന്നിരുന്നു. അതേസമയം ഗാന്ധാരിയമ്മൻ കോവിലിലെ തുലാഭാരത്തിനിടെ ത്രാസ് പൊട്ടിവീണ് ശശി തരൂരിന് പരിക്കേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്രം അധികൃതർ രംഗത്തെത്തി. പഞ്ചസാര കൊണ്ടായിരുന്നു ശശി തരൂർ തുലാഭാരം വഴിപാട് നടത്തിയത്. നിർദ്ദേശമനുസരിക്കാതെ പ്രവർത്തകർ ആവശ്യത്തിലധികം പഞ്ചസാര തുലാഭാരത്തട്ടിൽ എടുത്തുവെച്ചെന്ന് ക്ഷേത്രം സെക്രട്ടറി RP നായർ വിശദീകരിച്ചു. കൂടാതെ പ്രവർത്തകർ ചങ്ങലയിൽ പിടിച്ച് തൂങ്ങുകയും ചെയ്തു. ഇതിനിടെ ഭാരം താങ്ങാൻ വെച്ചിരുന്ന സ്റ്റൂൾ ആരോ എടുത്തുമാറ്റിയെന്നും ക്ഷേത്രം സെക്രട്ടറി പറഞ്ഞു. പെട്ടെന്ന് ഭാരം വന്നപ്പോൾ ചങ്ങലയുടെ കൊളുത്തു നിവർന്ന് ത്രാസ് പൊട്ടുകയായിരുന്നുവെന്നും ക്ഷേത്രം സെക്രട്ടറി പറഞ്ഞു. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ ഗാന്ധാരിയമ്മൻ കോവിലിൽ ശശി തരൂർ തുലാഭാര നേർച്ചയ്ക്ക് എത്തിയത്. തുലാഭാരത്തിന്റെ ത്രാസിൽ ഇരുന്നതോടെയാണ് ത്രാസ് പൊട്ടിവീണത്. ഉടനെ കൂടെയുണ്ടായിരുന്ന പ്രവർത്തകർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തരൂരിന്റെ തലയിൽ 6 സ്റ്റിച്ചിട്ടിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി. അതേസമയം ഭാരമുള്ള വസ്തുവാണ് തലയ്ക്ക് പതിച്ചതെന്നതിനാൽ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിശദമായ പരിശോധനകൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ശശി തരൂർ ആരാധനാലയത്തിൽ നേർച്ചയ്ക്കെത്തിയത്. പ്രവർത്തകരും നേതാക്കളുമായി ഒട്ടേറെ പേർ തരൂരിനൊപ്പമുണ്ട്. മണ്ഡലത്തിലെ പ്രചരണത്തിലെ മെല്ലെ പോക്കെല്ലാം മാറ്റിവെച്ച് സജീവമായിരുന്നു തരൂരും സംഘവും. ഹൈക്കമാൻഡിന്റെ ഇടപെടലോടെയാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. അതേസമയം ഇന്നലെ പുറത്തുവന്ന ഏഷ്യാനെറ്റിന്റെ സർവേയിൽ തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ സർവേ റിപ്പോർട്ടിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നാണ് തരൂർ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. താൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ഇന്ന് പറഞ്ഞിരുന്നു. മണ്ഡലത്തിലെ ജനങ്ങളെ വിശ്വാസമുണ്ടെന്നും വിജയിക്കുമെന്നുമായിരുന്നു തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ UDFന് ക്ഷീണമുണ്ടായാൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രചാരണം ശക്തമാക്കുന്നത് ചർച്ച ചെയ്യാൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെയും സാന്നിധ്യത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് താക്കീത് നൽകിയത്. മണ്ഡലത്തിലെ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. പ്രചാരണത്തിൽ ചില ഭാഗത്ത് അല്പം മന്ദത സംഭവിച്ചതായി യോഗം വിലയിരുത്തി. തിരുവനന്തപുരത്തെ ഹിന്ദു മഹാസഭയുടെ താവളമാക്കാൻ അനുവദിച്ചാൽ വളരെ അപകടകരമായ സ്ഥിതി ഉണ്ടാവുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് 3.25 ലക്ഷത്തിലധികം വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടത്തക്ക വിധം ഭാവി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനും നിർദ്ദേശമുണ്ടായി. പ്രചരണത്തിൽ ചില നേതാക്കളുടെ സഹകരണം വേണ്ടത്ര കിട്ടിയില്ലെന്ന സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പരാതി ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടില്ലെന്ന് മുകുൾ വാസ്നിക് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.